സ്വർഗസ്ഥനായ പിതാവാൻ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്ക് സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്നൊരു നല്ല ശബാത്ത് ദിവസമാണ്. ഈ ശബാത്തിനെ ഫോളോ ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ശബാത്ത് സലോം. ആകാശം മാറും, ഭൂതലവും മാറും, മാറാത്തതാം ദൈവത്തിൻ്റെ വചനങ്ങൾ മാത്രം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോരൂ, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോരൂ. ക്രിസ്ത്യാനികളെ വചനം കേൾക്കൂ, ഇസ്രായേലിൽ നിന്നും വന്ന വചനങ്ങൾ. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. ആകാശം മാറും, ഭൂതലവും മാറും, മാറാത്തതാം ദൈവത്തിൻ്റെ വചനങ്ങൾ മാത്രം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോരൂ, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോരൂ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ദൈവം തന്നിരിക്കുന്ന 10 കൽപ്പന, ആകാശവും ഭൂമിയും മാറിപ്പോയാലും അതിന് മാറ്റം വരത്തില്ല. ആ 10 കൽപ്പനയിൽ 4-ാം കൽപ്പന തള്ളിക്കളഞ്ഞ് ക്രിസ്ത്യാനികളൊക്കെ ശനിയാഴ്ച ദിവസം ആരാധിക്കേണ്ട ദിവസം ഞായറാഴ്ച ദിവസമാക്കി വെച്ച് ആരാധിക്കുന്നു. ന്യായപ്രമാണം എന്താണ് മാറിപ്പോയെന്ന് പലർക്കും അറിയില്ല. യഹൂദന്മാർ അവരുടെ ലംഘനങ്ങൾ നിമിത്തം അല്ല അവരുടെ അനുസരണക്കേട് നിമിത്തം കൂട്ടിച്ചേർത്ത യാഗങ്ങളൊക്കെ മാറിപ്പോയി. ആ യാഗങ്ങൾ മാറിപ്പോയതിനാൽ ന്യായപ്രമാണം മുഴുവനും മാറിപ്പോയി എന്ന് പഠിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ബൈബിൾ വായിക്കുവാനോ വചനങ്ങൾ മനസ്സിലാക്കുവാനോ ആരും തയ്യാറാകുന്നില്ല. കാരണം ഫോണിൽ കൂടെ പല കാര്യങ്ങളും നമ്മളെ കാണിച്ച് സാത്താൻ്റെ ആ പിശാചിൻ്റെ തന്ത്രങ്ങൾക്ക് കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർ വചനങ്ങൾ വായിച്ചത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നില്ല. ദൈവം 10 കൽപ്പന നൽകിയിരിക്കുന്നത് അതിനൊരു മാറ്റവും വരത്തില്ല. ആ ദൈവിക സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാനാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഈ കൽപ്പനകൾ ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ കൂടെ നടന്നിട്ടും മരുഭൂമിയിൽ അവർക്ക് ഭക്ഷിപ്പാൻ മന്ന കൊടുത്തു, വെള്ളം കൊടുത്തു. രാത്രി അഗ്നിത്തൂണും പകൽ മേഘസ്തംഭവുമായി അവരെ വഴി നടത്തി. ഇതെല്ലാം കണ്ടിട്ടും അവർ പൂർണ്ണമായി ആ സ്വസ്ഥതയിലേക്കോ ആ വിശ്വാസത്തിലേക്കോ വന്നില്ല. എബ്രായ ലേഖനത്തിൽ ഇത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കി ഇത് അനുസരിക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അവർക്കോ
ഇതിലേക്ക് വരുവാൻ പൂർണ്ണമായിട്ട് എത്തുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ, ഈ കൽപ്പനകൾ അനുസരിക്കുവാൻ തയ്യാറാകുക. ബൈബിൾ വായിച്ച് അത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. പല മതങ്ങളും ഒരു ദൈവമേ ഉള്ളൂ, പക്ഷെങ്കിൽ 100,000 സഭകൾ ഉണ്ടാക്കി വെച്ച് മനുഷ്യനെ അവരവരുടെ മാനുഷിക കൽപ്പനകളായിട്ട് പഠിപ്പിക്കുന്നു. ഇതനുസരിക്കുവാനോ ഈ കൽപ്പനകൾ പാലിക്കുവാനോ ആരും തയ്യാറാകുന്നില്ല. ലോകത്ത് പല പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എതിർ ക്രിസ്തുവിൻ്റെ വഴികളിങ്ങനെ ഒരുക്കി കൊടുക്കുന്നു. ആ തന്ത്രത്തിൽ കുടുങ്ങിപ്പോകാതെ ദൈവവചനത്തിൽ വിശ്വസിച്ച് ദൈവകൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ എല്ലാവരും ഉത്സാഹിക്കുക. ആ നിത്യജീവൻ, ആത്മാവിനെ കളയാതെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ എല്ലാവരും ബുദ്ധിപൂർവം മുന്നോട്ട് പോകുവാൻ എല്ലാവരോടും ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.